Hello, good evening. Audible അല്ലേ? Hello. Hello. കേൾക്കാം. Okay. ഓക്കെ തസ്മിയായിരുന്നല്ലേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ചെയ്ത കോഡിലോ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 7 to 8 ഞാൻ വേറെ സെഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. എനിക്കൊരു മെസ്സേജ് ഒന്നായിരുന്നു. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടതായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. ഷോ അപ്പോൾ എന്താണ് നംപൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹലോ. പൈത്തൺ പൈത്തൺ ലൈബ്രറിയാണ്. ലൈബ്രറി എന്തായിരുന്നു? ഒരു പൈത്തണിന്റെ ലൈബ്രറിയാണ്. പൈത്തൻ്റെ ലൈബ്രറിയാണ്. ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അറേ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അറേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് നംപൈ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ എന്തൊക്കെ എടുത്തായിരുന്നേ? എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തിരുന്നത്? 1 ഡയമെൻഷനിൽ ഉം, അറേ, 2 ഡയമെൻഷണൽ അറേ, 3 ഡയമെൻഷണൽ അറേ, ഉം, പിന്നെ പലതരത്തിലുള്ള മെട്രിക്സുകൾ, സീറോസ്, വൺസിന്റെ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, പിന്നെ നമ്മള് ഇത് ഷേപ്പ് അങ്ങനത്തെ ഒക്കെ ഉം, തിരിച്ച് മാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഉം. പിന്നെ എത്ര എലമെന്റ്സ് ഉണ്ട്, അത് ഏത് ഡേറ്റ ടൈപ്പ് ആണ് വരുന്നത്, പിന്നെ സ്ലൈസിങ്, പിന്നെ ഓരോ ഇൻഡെക്സിലുള്ള ഓരോ വാല്യൂസിനെ അങ്ങനെ പിന്നെ ഐഡന്റിറ്റി ഓപ്പറേഷൻ ചെയ്തു. പിന്നെ അഗ്രിഗേഷൻ. എന്താണ് അഗ്രിഗേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സംഭവം മീന് മാക്സിമം ഉം. ഇങ്ങനെ പിന്നെ മാത്സ്, പിന്നെ നേരെ ഇതൊക്കെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് STD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. പിന്നെന്തൊക്കെയാണ് വരുന്നത്? എത്രയ്ക്കുള്ള നമ്മൾ സ്ലൈസിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ. സ്ലൈസിങ് എന്താ? അരയിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റാസ് സ്ലൈസ് ചെയ്തെടുക്കണം. അരയിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റാസിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് പോർഷൻ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ബിഗിനിങ് തൊട്ട് ഒരു സ്പെസിഫിക് പോർഷൻ വരെയും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അരേ സ്ലൈസിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. സോ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൈ ഫയൽസ് ആയിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നംപൈ എന്ന് പറയുന്ന ഫയലായിരുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്തത്. സോ നമ്മൾ കുറച്ച് സീരീസ് ഡാറ്റാസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ നംപൈനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം
എന്താണ് 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 2 ഡയമെൻഷണൽ അറേ, ദെൻ 3 ഡയമെൻഷണൽ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ താഴെ. ഓക്കെ, സോ നമുക്ക് 1 ഡയമെൻഷണൽ അറേ വെച്ചിട്ട് മീൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് SQRT എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് വൺസ്. ഓക്കെ, സീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സീറോസ് മാത്രമുള്ള ഒരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്തായിരുന്നു, വൺസ് എന്ന് പറഞ്ഞിട്ട് വൺസ് മാത്രമുള്ള ഒരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു, ഐ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എന്തായിരുന്നു, ഇതിന്റെ ഔട്ട്പുട്ടിന് എന്താ പറയാ, ഇതിനെന്താ പറയാ, ഇങ്ങനത്തെ മെട്രിക്സിന് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. സോ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് NumPy നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ്. ദെൻ അറേഞ്ച് എന്തായിരുന്നു, അറേഞ്ച് ഫംഗ്ഷൻ എന്താ മീൻ ചെയ്യുന്നത്, ലാസ്റ്റത്തെ നമ്പർ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറും കൂടെ വെച്ച് കൂട്ടി പോകും, അത്ര ഡിഫറൻസ് പോകും. ഇത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, ഇത് എൻഡിങ് വാല്യൂ ആണ്, ദെൻ ഇതിന്റെ സീക്വൻസ് ആണത്. നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡിങ് വാല്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ആ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീക്വൻസ്, ഒരു 1 ഡയമെൻഷണൽ അറേയിലെ വാല്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഓക്കെ, ദെൻ നമ്മൾ ഒരു അറേന്റെ ഡയമെൻഷൻ എത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തായിരുന്നത്, ഡയമെൻഷൻ അറിയാൻ വേണ്ടിയിട്ട് ഏതായിരുന്നു, എൻ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ടൈം ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തായിരുന്നത്. ദെൻ അറേയും ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, അറേയും ലിസ്റ്റും തമ്മിൽ ഒരു ഡിഫറൻസ് പറഞ്ഞായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആണ്, ലിസ്റ്റിനാണെങ്കിൽ അങ്ങനെ കാണില്ല. അറേ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ്, ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസോർഡേർഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. സോ നമുക്ക് ഇത് ജസ്റ്റ് ഇതൊന്ന് വെയിറ്റ്, അതിന് മുമ്പ് നമ്മൾ NumPyന്റെ വേർഷൻ ചെക്ക് ചെയ്തില്ലല്ലോ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സോ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി റൺ ചെയ്യാം. സോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എവിടെയാണെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് പ്രിന്റ് കൊടുക്കുന്നുണ്ട്, പ്രിന്റ് np.double_version ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ സെല്ലിനെ മൊത്തത്തിൽ അങ്ങ് റൺ ചെയ്യാം. റൺ ഓൾ സെല്ല് കൊടുത്താൽ മതി. ഓക്കെ, സോ എല്ലാ സെല്ലും മൊത്തത്തിൽ അങ്ങ് റൺ ആയി വന്നോളും. സോ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ടോപ്പിൽ പോയാൽ നമുക്ക് NumPyന്റെ വേർഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്ര വേർഷൻ നമുക്ക് കിട്ടും. 2.2.2 ആണ് NumPyന്റെ ലേറ്റസ്റ്റ് വേർഷൻ വരുന്നത്. സോ നമ്മളത് ആ ഒരു വേർഷനാണ് നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ ഈ ഒരു വേർഷനിൽ അറേസ് ക്രിയേറ്റ് ചെയ്തു, കുറച്ച് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായിരുന്നു, ലൈൻ സ്പേസിങ് വാല്യൂ എടുക്കാനായിട്ട് മാപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് ഐദർ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിരിക്കാം, മേ ബി, ഏതായാലും ഇഷ്യൂസ് ഇല്ല. ഇനി നമ്മൾ 0 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഇല്ലല്ലോ, 1 ഡയമെൻഷണൽ അല്ലേ ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്തത്. അതെ, അതേപോലെ നമുക്ക് 0 ഡയമെൻഷണൽ അറേ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡയമെൻഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സിംഗിൾ വാല്യൂ മാത്രമായിരിക്കും ആ ഒരു അറേയിൽ ഉണ്ടാവുക. പക്ഷെ അതും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈക്വൽസ് np.array ബ്രാക്കറ്റിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ഞാൻ 45 ആണ് കൊടുക്കുന്നത്. മൊത്തത്തിലൊന്നും കൂടി ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ഇഷ്ടമുള്ള പോലെ റൺ ചെയ്യാം. അത്യാവശ്യം സ്പീഡ് ഉള്ളത് കൊണ്ട്
ആ മൊത്തത്തിലെല്ലാ സെല്ലും ഒന്ന് റൺ ചെയ്യിപ്പിക്കുവാണ്. അറേ ഓഫ് 45. സോ ഒരു 0 ഡയമെൻഷണൽ അറേയാണത്. സോ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് AR ഡോട്ട് ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 0 കണ്ടോ. അതേപോലെ ഓരോ അറേയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയമെൻഷനാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഡോട്ട് എൻ ടൈം കൊടുക്കാം. സോ 1 ഡയമെൻഷനിലാണ്. സോ 2 ഡയമെൻഷനിൽ അങ്ങനെ ഓരോ അറേക്കും നമുക്ക് ഡയമെൻഷനാലിറ്റീസ് ചെക്ക് ചെയ്യാൻ പറ്റും. സോ 0 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പോസിബിൾ ആണ്. അത് 3 ഡയമെൻഷനൽ അല്ലാതെ തന്നെ ഹയർ ഡയമെൻഷനാലിറ്റി ഉള്ള അറേസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡാറ്റ ടൈപ്സ്, ഇതിൽ ഇൻറ്റീജർ, സ്ട്രിങ്, ഫ്ലോട്ട്, ബൂളിയൻ, കോംപ്ലക്സ് വാല്യൂസ് ഒക്കെ നമുക്കതിൽ ഡാറ്റ ടൈപ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്താൽ മതി, പ്രിന്റിൽ അറേ ഡോട്ട് ഡി ടൈപ്പ് കൊടുത്താൽ മതി. അതൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞല്ലേ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നതൊക്കെ. ഇതോ അറേൻ്റെ നെയിം ഡോട്ട് എന്ത് കൊടുത്താൽ മതി, ഡി ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്താൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള, അതായത് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത, നിങ്ങൾ വേണമെങ്കിൽ പുതിയ അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കോട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യുവാണ്. കോമ ഓൾറെഡി ഉള്ള ഒരു അറേയിൽ ഞാൻ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഡി ടൈപ്പ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ അപ്പർ കേസ് എസ് കൊടുക്കുവാണ്. അപ്പർ കേസ് എസ് മീൻസ് നമ്മളതിനെ സ്ട്രിങ് ആക്കാൻ പോവുകയാണ്. സോ നമുക്കിതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡയമെൻഷനാലിറ്റി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഡി ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. S1 എന്ന് വന്നിട്ടുണ്ട്. S1 മീൻസ് സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് വരും. അതേപോലെ തന്നെ യു ഉണ്ട്, യൂണിക്കോഡ് സ്ട്രിങ് ഉണ്ട്. അതേപോലെ ഐ വരും, ഇൻറ്റീജർ, ബൂലിയൻ ആണെങ്കിൽ ബി, ഫ്ലോട്ട് ആണെങ്കിൽ എഫ് വരും, കോംപ്ലക്സ് ഫ്ലോട്ട് ആണെങ്കിൽ സി വരും. അങ്ങനെ ഒത്തിരി ഡാറ്റ ടൈപ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഡാറ്റ ടൈപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നമുക്ക് 2 ഫങ്ഷൻസ് ഉണ്ട്, കോപ്പിയും വ്യൂവും. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏറ്റവും താഴത്തേക്ക് പോകുന്നുണ്ട്. സോ ഇവിടെ തന്നെ പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ A equals np dot array of ഒരു 1 ഡയമെൻഷണൽ അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 1, 2, 3, 4, 5. ഓക്കെ, സോ നമ്മളൊരു 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിനെ കോപ്പി ചെയ്യാം. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കോപ്പി ഉണ്ട്, അതേപോലെ തന്നെ വ്യൂ ഉണ്ട്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി എന്ന് പറയുന്നത് ഒരു പുതിയൊരു അറേ ആയിട്ടായിരിക്കും എടുക്കുന്നത്. വ്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ അറേ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന്. സോ അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽസ് എന്ത് കൊടുക്കുകയാണ്, എ ഡോട്ട് കോപ്പി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോപ്പി എക്സിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ വാല്യൂ വരുന്നുണ്ടോ എന്ന് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എക്സ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ സെല്ലൊന്നും കൂടി ഒന്ന് റൺ ചെയ്യിപ്പിച്ചാൽ മതി. സോ നമുക്ക് ആ ഒരു അറേനെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രിന്റ് എക്സും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ അറേനെയും പ്രിന്റ് ചെയ്യിപ്പിക്കാനുണ്ട്. ഇപ്പൊ കോപ്പി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സിലെ വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് അറേയിലെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് എക്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ അറേൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് പൊസിഷൻ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു മിഡിൽ പോർഷൻ 3 ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. 3നെ ഞാൻ 45 ആക്കുന്നുണ്ട്. നമുക്ക് ഈ സെല്ലൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവിച്ചേ, എക്സിൽ പുതിയൊരു അറേ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കോപ്പി ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ പുതിയൊരു അറേ ആയിട്ടായിരിക്കും എക്സിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ
ആദ്യം കൊടുത്ത ആ ഒരു അറയിൽ എ എന്ന് പറയുന്ന അറയിൽ നമ്മൾ എന്ത് ചേഞ്ചസ് വന്നാലും അത് എക്സിൽ റിഫ്ലക്ട് ചെയ്യില്ല. അതാണ് കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു സെയിം സംഭവം തന്നെ നമുക്ക് വ്യൂ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. സോ കൺട്രോൾ സി കൊടുക്കുന്നുണ്ട് ഇവിടെ. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കോപ്പി മാറ്റിയിട്ട് വ്യൂ ആക്കുവാണ് കേട്ടോ. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ കോപ്പി അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. വ്യൂ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ ഡാറ്റയ്ക്കുള്ള എന്താണ് ആക്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ഒറിജിനൽ ഡാറ്റയിൽ ഇപ്പം എയിലായിക്കോട്ടെ അല്ലെങ്കിൽ എക്സിലായിക്കോട്ടെ ഏതെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ഇവിടെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് അല്ലേ. ഇവിടെ കോപ്പി ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് എ എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിൻ്റെ കോപ്പി എക്സിൽ കീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എയിൽ ചേഞ്ചസ് വരുത്തിയത്. സെയിം വേ നമ്മൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. എക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, എയിൽ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ വ്യൂവിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ അറേക്കുള്ള ആക്സസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ എക്സിലോ എയിലോ ചേഞ്ചസ് വരുത്തിയാൽ നമ്മുടെ ആ ഒരു മെയിൻ അറേയിൽ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, വ്യൂവും കോപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഹലോ, ഓക്കെ. സോ കോപ്പി വ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരേൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്തായിരുന്നത്? അരേൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ ഇവിടെ 1 ഡയമെൻഷനിൽ ആയതുകൊണ്ട് ഒറ്റ സിംഗിൾ വാല്യൂ ആണ് നമുക്കിവിടെ ഷേപ്പിൽ വരുന്നത് കേട്ടോ. 2 ഡയമെൻഷൻ ആണെങ്കിൽ 2 വാല്യൂസ് വരും, 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സോ എന്താണ്, നമുക്ക് അരേൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അരേനെ ഒന്ന് റീഷേപ്പ് ചെയ്ത് നോക്കാം. അതായത് 1 ഡയമെൻഷനിലുള്ള അരേനെ 2 ഡയമെൻഷനിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു അരേ ക്രിയേറ്റ് ചെയ്യാം. ബി ഈക്വൽസ് np ഡോട്ട് അരേ ബ്രാക്കറ്റ്സിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമുക്ക് 1 to 12 നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. സോ 1, 2, 3, 4. ഓക്കെ, ഇപ്പോൾ ഒരു 12 എലമെന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 1 ഡയമെൻഷനിൽ അരേ തന്നെയാണ് സ്റ്റിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 2 ഡയമെൻഷനിലേക്ക് റീഷേപ്പ് ചെയ്യണം. സോ ന്യൂ ബി ഈക്വൽസ് എന്ത് കൊടുക്കുവാണ്, അരേൻ്റെ നെയിം ബി ഡോട്ട് റീഷേപ്പ് ഫംഗ്ഷൻ ഉണ്ട്. സോ റീഷേപ്പ് ആണ് കൊടുക്കുന്നത്. റീഷേപ്പിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലേ. സോ ഇതിൻ്റെ അരേൻ്റെ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സ്പ്ലിറ്റിങ് പറ്റുന്നത്. സോ വേണമെങ്കിൽ ഇവിടെ 12 എലമെന്റ്സ് ഉള്ളതുകൊണ്ട് 2/6, അതായത് 2 റോസും 6 കോളംസും ഉള്ള ഒരു അരയാക്കി മാറ്റാം, അല്ലെങ്കിൽ 4/3 അരയാക്കാം. അപ്പോൾ 4 into 3 12 എലമെന്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫോമാറ്റിലായിരിക്കും നമുക്ക് കൺവേർഷൻ പോസിബിൾ ആവുന്നത് കേട്ടോ. സോ ഇപ്പോൾ നമുക്ക് 2/6 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 2. ഓക്കെ, ഇതെന്താണ്, 2 റോ ഉണ്ട്, 6 കോളംസ് ഉണ്ട്. ഇനി നമുക്കിതിനെ 4/3 ആക്കാൻ പറ്റും. അതായത് 4 multiplied by 3 എന്ന് പറയുമ്പോൾ 12. ടോട്ടൽ കൗണ്ട് ഓക്കെ ആണ്. സോ എന്താണ്, 4 റോസും 3 കോളംസും. ഇതിനെ 3/4 വേണമെങ്കിൽ ആക്കാം കേട്ടോ. 3 റോസും 4 കോളംസും വരുന്ന രീതിക്ക് നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ ലെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടോട്ടൽ എലമെന്റ്സ് കൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ അരേനെയും റീഷേപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എന്താണ്
2 ഡയമെൻഷണൽ അറേ അല്ല ആക്കിയത്. ഇനി സെയിം ഈ അറേനെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, 3 ഡയമെൻഷണൽ അറേ ആക്കാൻ പറ്റും. നമുക്ക് ഇതന്നെ കോപ്പി ചെയ്തിട്ട് ചെയ്യാം. സോ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ 2,2 ഇപ്പോഴും കണക്ക് കറക്റ്റ് അല്ലേ? 2 × 2 4, 4 × 3 12. നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടോ, 3 ഡയമെൻഷണൽ അറേ ആണ്. ഇവിടെ ബ്രാക്കറ്റ്സ് കണ്ടാൽ അറിയാം ഇത് 3 ഡയമെൻഷണൽ അറേ ആണ്. സോ എന്താണ് 3 × 2 × 2 എന്ന് പറയുന്നത് 12 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അറേനെ 1 ഡയമെൻഷണൽ അറേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഡയമെൻഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ 3 വാല്യൂസ് കൊടുത്താൽ മതി. ഇപ്പം എന്ത് സംഭവിച്ചേ, 3 റോസ് ഉള്ള 2 അറേ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറേയിൽ 2 എലമെന്റ്സ് ആയിരിക്കും, ദെൻ ഇന്നർ അറേ പോകുമ്പോൾ 3 എലമെന്റ്സ് ആയിരിക്കും വരുന്നത്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ 2 വാല്യൂസ് ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് അറേനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഷേപ്പ് ഫംഗ്ഷൻ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റീഷേപ്പ് ചെയ്യാൻ പോസിബിൾ ആണ്. ഇനി നമുക്ക് അറിയാത്ത അൺനോൺ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് എത്രയാണ് ഒത്തിരി വാല്യൂസ് ഉള്ള കേസസിൽ നമുക്ക് അൺനോൺ ഡയമെൻഷൻ ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര വാല്യൂസ് ഉണ്ടെന്നോ എത്ര ഡയമെൻഷൻ കൊടുക്കണമെന്നോ കൃത്യമായിട്ട് അറിയാത്ത കേസസിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, -1 കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിനെ തന്നെ ഒന്ന് കൊടുത്തു നോക്കാം. കൺട്രോൾ V കൊടുക്കുന്നുണ്ട്. റീഷേപ്പിൻ്റെ ഉള്ളിൽ എന്താണ് 2, -1 കൊടുക്കണം. ലാസ്റ്റ് വാല്യൂ നമുക്കറിയില്ല. സോ അല്ലെങ്കിൽ ഒത്തിരി വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം, എൻ്റർ അടിക്കാം. സോ അത് ഓട്ടോമാറ്റിക്കലി എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ഔട്ട്പുട്ട് കിട്ടും. സോ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളും. ഓക്കെ, സോ നമുക്ക് 1 ഡയമെൻഷനിൽ നിന്ന് വേറെ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് തേർഡ് വാല്യൂ, അല്ലെങ്കിൽ വേറെ വാല്യൂസ് ചെയ്താൽ കൊടുക്കേണ്ടതെന്ന് അറിയാത്ത കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, -1 എൻഡിൽ കൊടുത്താൽ മതി. ഇനി ഫ്ലാറ്റനിങ് ഉണ്ട്, അതായത് ന്യൂ ബി എന്ന് പറയുന്നത് ഇപ്പോൾ 3 ഡയമെൻഷനിലാണ് അല്ലേ. നമ്മളിവിടെ ന്യൂ ബി എന്ന് പറയുന്നത് റീസെൻ്റ്ലി ലാസ്റ്റ് കൊടുത്തത് എന്തായിരുന്നു, ന്യൂ ബീനെ നമ്മൾ 3 ഡയമെൻഷനിൽ അറേ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ അഗെയിൻ 2 ഡയമെൻഷനിൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, റീഷേപ്പിൻ്റെ ബ്രാക്കറ്റിൽ ജസ്റ്റ് -1 മാത്രം കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി 3 ഡയമെൻഷനിലാണ്. റീഷേപ്പിൻ്റെ ഉള്ളിൽ 3,4 മാറ്റിയിട്ട് -1 കൊടുക്കുന്നുണ്ട്. സോ എന്തായി, 1 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫ്ലാറ്റനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് 1 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സോറി ഇത് 1 ഡയമെൻഷനിലായിരുന്നു, ന്യൂ ബി. സോ ന്യൂ ബീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്തതിന് ശേഷം കാണിച്ചാൽ എന്താണ്, എഗെയിൻ 3 ഡയമെൻഷനെ നമ്മൾ എന്ത് ആക്കിയിട്ടുണ്ട്, 1 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, റീഷേപ്പ് ഫംഗ്ഷൻ. അതിൽ ഫ്ലാറ്റനിങ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് -1 മാത്രമാണ്. ഓക്കെ, നമ്മൾ ഫോർ ലൂപ്പ് ചെയ്തായിരുന്നോ ലാസ്റ്റ് ഡേ, അറേ ഐറ്റംസിന് ഐറ്ററേറ്റ് ചെയ്തെടുക്കുന്നത് ചെയ്തിരുന്നോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് അറേ ഐറ്റംസിനെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാം, പുതിയൊരു അറേ നെയിം കൊടുത്തിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഈ ഓൾറെഡി ഉള്ള ന്യൂ ബി എന്ന് പറയുന്ന അറേനെ തന്നെ യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് കൊടുക്കുക. ഐറ്ററേറ്റിംഗ് വേരിയബിൾ ഐ തന്നെ കൊടുക്കണം എന്നില്ല, വേറെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ വൈ കൊടുക്കുന്നുണ്ട്, ഇൻ നമ്മുടെ അറേൻ്റെ നെയിം കോളൻ എൻ്റർ അടിക്കുക. എന്താണ് പ്രിന്റ് എക്സ്, നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓരോ എലമെന്റ്സ് പ്രിന്റ് ചെയ്യിക്കുന്ന പോലെ തന്നെ അറേൻ്റെ ഉള്ളിലും ഓരോ എലമെന്റ്സ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. സോറി, എക്സ് അല്ല ടി. ഓക്കെ, ഐറ്ററേറ്റിംഗ് വേരിയബിൾ ടി ആയിരുന്നു, അതിന് പകരം ഞാൻ എക്സ് കൊടുത്തത്. എക്സ് നമ്മൾ നേരത്തെ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് അങ്ങനെ വന്നത്. എനിവേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ ഐ ഇൻ അല്ലെങ്കിൽ ഫോർ ടി ഇൻ ന്യൂ ബി എന്ന് പറയുന്നത് നമ്മുടെ അറേൻ്റെ നെയിമാണ്. സോ പ്രിന്റ് ടി കൊടുത്തിട്ടുണ്ട്. ഈ
ഇത് 1 ഡയമെൻഷണലിന്റെ ഔട്ട്പുട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇനി 2 ഡയമെൻഷണൽ ഡാറ്റ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഓക്കെ, ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്. സോ ഇതിനെ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്ത് നോക്കാം. ഫോർ ഇൻ ന്യൂ പ്രിന്റ് ക്യൂ കൊടുക്കാം. എന്തായിട്ടുണ്ട്? 2 ഡയമെൻഷണൽ അറേ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. സോ 2 ഡയമെൻഷണൽ അറേയിൽ വാല്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഓരോ ഐട്രേഷനിലും ഈ ഇന്നർ വാല്യൂസ് ആണ് നമുക്ക് പ്രിന്റ് ആയത് അല്ലേ? ഫസ്റ്റ് ഐട്രേഷനിൽ ഫസ്റ്റത്തെ ഇന്നർ അറേ നമുക്ക് വരുന്നുണ്ട്. ഇന്നർ 1 ഡയമെൻഷണൽ അറേ ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഓരോ ഐട്രേഷനിലും ഓരോ അറേസ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി 3 ഡയമെൻഷണൽ ആണെങ്കിലോ നമുക്ക് 2 ഡയമെൻഷണൽ അറേ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ന്യൂ B3 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ ന്യൂ B3 ഓക്കെ. സോ ഓരോ 2 ഡയമെൻഷണൽ അറേ ആയിരിക്കും 3 ഡയമെൻഷണൽ ഐട്രേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്നത്. ഇനി ഇന്നറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഡയമെൻഷൻസ് കൂട്ടി കൊടുക്കണം. ഓക്കെ, സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇൻഡിവിജ്വലി വാല്യൂ എടുക്കണമെങ്കിൽ ഇതേപോലെ യു കൊടുക്കേണ്ടി വരും. ഇനി എന്താണ്, നമുക്ക് ഈ ഒരു അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂസും കൂടെ കിട്ടണമെങ്കിൽ എന്താണ്, ഒരു ഫോർ ലൂപ്പും കൂടി കൊടുക്കേണ്ടി വരും അല്ലേ? സോ എന്ത് കൊടുക്കാം? ഫോർ ഇൻ യു കൊടുക്കാം, കോളൻ പ്രിന്റ് യു എന്നുള്ളത്. സോറി, ഞാൻ റൺ ചെയ്തു കമൻറ്റ് ചെയ്യുന്നതിന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. തന്നെ ഇവിടെ എന്ത് കൊടുക്കുക? പ്രിന്റ് W കൊടുക്കാം. റൺ ചെയ്യാം. സോ എന്താണ്, രണ്ട് ഫോർ ലൂപ്പ് കൊടുത്തപ്പോഴേ 2 ഡയമെൻഷണലിൻ്റെ ഉള്ളിലത്തെ വാല്യൂസിനെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലി നമ്മൾ 1 ഡയമെൻഷനിൽ പ്രിന്റ് ചെയ്ത പോലെ 2 ഡയമെൻഷനലിലും ഓരോ വാല്യൂസിനെ എടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? 2 ഫോർ ലൂപ്പ് കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ്റെ കേസിൽ വരുമ്പോൾ അപ്പം എന്തായിരിക്കും? 3 ഫോർ ലൂപ്പ് കൊടുക്കേണ്ടി വരും അല്ലേ? സോ ഈ വീൻ്റെ ഉള്ളിലത്തെ വാല്യൂ വേണം, അതിൻ്റെയും ഉള്ളിലെ 2 ഡയമെൻഷൻ്റെ ഉള്ളിലെ വാല്യൂസ് വേണ്ടേ 1 2 എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? വീണ്ടും ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് പറഞ്ഞു തരാം. ഫോർ CNV കോളൻ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ DMC കോളൻ പ്രിന്റ് D കൊടുക്കുക. ഇപ്പം നമുക്ക് ഓരോ ഐറ്റംസിനെയും 3 ഡയമെൻഷനിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലും കൂടുതൽ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ? സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ND iter എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഫോർ I in np ഡോട്ട് ND iter ബ്രാക്കറ്റിൽ നമ്മുടെ അറേൻ്റെ നെയിം കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ഡയമെൻഷണൽ അറേ ആയിട്ടുള്ള ന്യൂ B3 കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോളൻ സോറി എൻ്റെ പ്രിന്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ഐനെ കൊടുക്കുക. ഓക്കെ, സോ ഇപ്പം എന്ത് വന്നിട്ടുണ്ട്? നമ്മളിവിടെ 3 അറേ യൂസ് ചെയ്ത സെയിം സംഭവം തന്നെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിംഗിൾ ഫോർ ലൂപ്പ്
3 ഫോർ ലൂപ്പിന് പകരം സിംഗിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഐറ്റംസിനെയും പ്രിന്റ് ചെയ്തിട്ടുണ്ട് യൂസിങ് NDITer ഫംഗ്ഷൻ. ഓക്കെ, സോ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ആയിട്ടുള്ള അറേന്റെ ഉള്ളിലെ ഐറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് NDITer എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. എന്യൂമറേറ്റർ കേട്ടിട്ടുണ്ടോ? ഹലോ, എന്യൂമറേഷൻ കേട്ടിട്ടുണ്ടോ വേർഡ്? ഹലോ, ഒന്നുകൂടെ പറയുമോ? എന്യൂമറേഷൻ, ENUMERATION, എന്യൂമറേഷൻ. ചാറ്റിൽ വേണമെങ്കിൽ ഇടാം. സോറി, സ്പെല്ലിംഗ് തെറ്റിട്ടുണ്ട്. എന്യൂമറേഷൻ കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു? എനിക്ക് ക്ലിയർ അല്ല, ഒന്നുകൂടെ പറയോ? വോയിസ് കട്ടായിട്ടാടാ കേൾക്കുന്നേ. അറിയാവുന്നത് പറ. ഓക്കെ, എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ട് 1 by 1 ആയിട്ട് എടുക്കുന്നതിനെയാണ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സീക്വൻസ് നമ്പേഴ്സ് എന്തെങ്കിലും 1 by 1 ആയിട്ട് കൊടുത്ത് തന്നെ സീക്വൻസ് ആയിട്ട് 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സ് പൊസിഷന് പോലെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യാം. സോ നമ്മൾ എന്യൂമറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ND എന്യൂമറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കൂടി ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഒരു 1 dimensional array ക്രിയേറ്റ് ചെയ്യാം. സോ ഓക്കെ, പുതിയ സെല്ലിൽ പുതിയൊരു 1 dimensional array ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ np.array ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുക. 1 2 3 4 4 കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർ ലൂപ്പ് കൊടുക്കുവാണ്. ഫോർ ADX, X in np.nd enumerate. എന്യൂമറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ നമ്മുടെ അറേൻ്റെ നെയിം കൊടുക്കുക. ദെൻ പുറത്ത് ഒരു കോളിനും കൂടിയിട്ട് ദെൻ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ADX, X. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ സംഭവിച്ചത് ഇവിടെ? എന്താ സംഭവിച്ചേ? എന്താ പൊസിഷനും അതിന്റെ വാല്യൂസും ആ ഒരു ഫോർമാറ്റിലാണ് നമുക്കത് കിട്ടിയത് അല്ലേ? സോ ഫസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും മോഡ് എടുക്കുന്നത്. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ വാല്യൂയും കൂടി നമ്മൾ ആക്സസ് ചെയ്യുന്നു.
സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എൻ ഡി എന്യൂമറേറ്റ് എന്ന് പറയുന്നത്. ഇത് 1 ഡയമെൻഷണലിൻ്റെ കേസിൽ. ഇനി നമുക്ക് 2 ഡയമെൻഷണൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ പി ഡോട്ട് അറേ ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്, 2 ഡയമെൻഷനിലാണ്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കണം. 1 2 3 4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 6 7 8 കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്ക് അടിക്കുക. നേരത്തെ കൊടുത്തതുപോലെ തന്നെ 4 കൊടുക്കുക ഐ ഡി എക്സ് കോമ എക്സ് ഇൻ എൻ പി ഡോട്ട് എൻ ഡി എന്യൂമറേറ്റ് ബ്രാക്കറ്റിൽ നമ്മുടെ 2 ഡയമെൻഷണൽ അറേ കൊടുക്കുക, കോളൻ എൻ്റർ അടിക്കുക. പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ ഐ ഡി എക്സ് കോമ എക്സ് കൊടുക്കാം. സിൻടാക്സ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ 2 ഡയമെൻഷനിലെ കേസിൽ വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ആ ഒരു ഡയമെൻഷൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സോ അതിലെല്ലാ ഐറ്റംസിനും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റേക്ക് 3 ഡയമെൻഷനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എലമെൻസിൻ്റെ ഓരോ വാല്യൂവും വിത്ത് അതിൻ്റെ പൊസിഷൻസും കൂടി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ അറേനെ ജോയിൻ ചെയ്യിക്കുന്നത് പറഞ്ഞായിരുന്നോ? അതായത് ഒന്നോ അതിലധികമോ അറേനെ ഒരു സിംഗിൾ അറേയിലേക്ക് ജോയിൻ ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് 2 അതിലധികമോ അറേസിനെ നമുക്ക് ഒരു സിംഗിൾ അറേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SQLൊക്കെ ടേബിൾസിനെ ജോയിൻ ചെയ്യിപ്പിക്കൂലേ കീസൊക്കെ വെച്ചിട്ട്, സെയിം വേ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റും, കോൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അറേസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാൻ ജസ്റ്റ് 1 ഡയമെൻഷണൽ അറേ ഇതൊന്നും എടുക്കുവാണ്. സോ നമ്മൾ 2 1 ഡയമെൻഷണൽ അറേ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺകാറ്റനേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എൻ പി ഡോട്ട് കോൺകാറ്റനേറ്റ് 2 ബ്രാക്കറ്റ്സ് കൊടുക്കുക. ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അറേൻ്റെ നെയിം കൊടുക്കുക. സോ QW കോമ ER നമ്മൾ 2 അറേൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്യുക. പ്രിൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ 3 കൊടുക്കുക. എന്താ സംഭവിച്ചത്, നമ്മൾ 2 അറേ ആയിട്ടായിരുന്നു കൊടുത്തത്. അതിനെ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ അറേ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ അറേസിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഹലോ, ദെൻ നമുക്ക് ഇനി സെയിം സംഭവം തന്നെ നമുക്ക് 2 ഡയമെൻഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വാല്യൂസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡിസോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ 2 അറേസ് 2 ഡയമെൻഷണൽ അറേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഇവിടെ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുത്തു നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ
എന്ത് കൊടുക്കാം, ഈക്വൽ ടു എൻ പി ഡോട്ട് കോൺകാറ്റിനേറ്റ് ബ്രാക്കറ്റ്സിൽ ഡബിൾ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, രണ്ടരയുടെ നെയിം കൊടുക്കുക, ഇ ആർ കോമ ടി വൈ, ദെൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് അരേണ്ടത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എൻ്റർ അടിക്കുക, പ്രിൻ്റ് ക്വറ്റി കൊടുക്കുക. സോ ഇപ്പോൾ 2 ഡയമെൻഷണൽ ആയിട്ട് തന്നെയാണല്ലേ നമുക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സംഭവം കമ്പൈൻ ഒക്കെ ആയിട്ടുണ്ട്, ബട്ട് 2 ഡയമെൻഷണൽ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു കോമിറ്റ് ആക്സസ് ഈക്വൽ ടു 1 കൊടുത്ത് നോക്കാം. എന്താ വന്നത്, ഇവിടെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഫസ്റ്റത്തെ സെല്ലിലുള്ള ഈ പോർഷൻസ് നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പോർഷൻ, അതായത് ആ ഒരു ഇൻഡെക്സ് പൊസിഷനിലുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് ആ കറസ്പോണ്ടിങ് പൊസിഷനിലേക്ക് ആഡ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലായോ? ഈ കോൺകാറ്റിനേറ്റിന്റെ ആക്സസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ എന്താ ഉണ്ടായെന്ന്? ഹലോ, റോ വൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സസ് ഈക്വൽ ടു 1 കൊടുത്തത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് മാത്രം ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. കണ്ടോ, ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ അത് റോ വൈസ് ആയിട്ട് ഫസ്റ്റ്, അതായത് ഇ ആർ എയിലെ ഫസ്റ്റ് വരുന്ന 0 ഇൻഡെക്സ് പൊസിഷനിൽ വരുന്നത് ഈ 1 2 3 4 ആണ്. ഇവിടുത്തെ സെക്കൻഡ് അറേയിൽ 5 6 3 4 ആണ് ഫസ്റ്റ് 0th ഇൻഡെക്സ് പൊസിഷനിൽ വരുന്നത്. സോ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാനും അതേപോലെ തന്നെ 5 6 7 8ഉം 9 6 10 8ലും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻ വൈസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, കോമ ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തത്. റോ വൈസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തത്. ഓക്കെ ആണോ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റാക്ക് കേട്ടിട്ടുണ്ടോ? സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാം. സ്റ്റാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്റ്റാക്ക് STACK കേട്ടിട്ടുണ്ടോ? സ്റ്റാക്ക് എന്ന് പറയുന്നത് കോൺകാറ്റിനേഷനോട് സിമിലർ ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ പാത്രം കഴുകാൻ വെക്കുവാണ്. പാത്രം ഇങ്ങനെ 1 by 1 ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പോവല്ലേ ചെയ്യുക. അതുപോലെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അതിലെന്തായിരിക്കും, ലാസ്റ്റ് വെച്ച പാത്രമായിരിക്കും നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റാറില്ല. ഏറ്റവും ടോപ്പിലെടുത്താലേ നമുക്ക് ഏറ്റവും താഴത്തേക്ക് വരെ പ്രോപ്പറായിട്ട് കഴുകി എടുക്കാൻ പറ്റുള്ളൂ. അടിയിൽ നിന്ന് വലിച്ചാൽ വീഴൂലേ. സോ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന 1 by 1 ആയിട്ട് ടോപ്പിലേക്ക് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് കോൺകാറ്റിനേഷനോട് സിമിലർ ആണ്. ബട്ട് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് 2 1 ഡയമെൻഷണൽ അറേ എടുക്കുവാണ്. സോ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കോപ്പി ചെയ്തിട്ടുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് കൊടുക്കുക, പുതിയൊരു അറേ നെയിം ഈക്വൽ ടു np ഡോട്ട് സ്റ്റാക്ക് ബ്രാക്കറ്റ്സിൽ ഒരു ബ്രാക്കറ്റ് ഇങ്ങോട്ട് കൊടുക്കുക. അറേൻ്റെ നെയിംസ് കൊടുക്കുക, QW, ER. ഇതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഇനി പ്രിന്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇതങ്ങ് അറേഞ്ച് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, കോമ ആക്സിസ് ഈക്വൽസ് 1. ഇപ്പം എന്താ സംഭവിച്ചത്, എന്താണ് ചേഞ്ച് വന്നത്?
എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്നതിന് മുമ്പും ശേഷവും എന്തായിരിക്കും ചേഞ്ച് വന്നിട്ടുണ്ടാവുക? രണ്ട് മെട്രിക്സിലെ ആദ്യത്തെ രണ്ട് എലമെന്റ്സ് ഒരുമിച്ച് വരുന്നു എന്നാണ്. ആദ്യത്തെ രണ്ട് എലമെന്റ്സ്, അതായത് ആ ഒരു ഇൻഡെക്സ് പൊസിഷനിൽ ഇൻഡെക്സ് പൊസിഷൻ അനുസരിച്ചിട്ടായിരുന്നു എന്ത് വന്നത്, ഇപ്പൊ സ്റ്റാറ്റിക്കിങ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഴയ പോലെ കൊടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ നോർമലി കോൺകാറ്റിനേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു ആദ്യം ഔട്ട്പുട്ട് വന്നായിരുന്നത് അല്ലേ? ദെൻ അതിന് ശേഷം എങ്ങനെയായിരുന്നു 1 2 3 4, ദെൻ അതിന് പിന്നാലെ 5 6 7 8 ആ ഒരു ഫോമാറ്റിലായിരുന്നു നമുക്ക് ഔട്ട്പുട്ട് വന്നിരുന്നത്. ബട്ട് ആക്സസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ആ ഇൻഡെക്സ് പൊസിഷനിൽ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു സ്പെസിഫിക് ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസിനെയാണ് ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 1ഉം 5ഉം ആണ് 0th ഇൻഡെക്സ് പൊസിഷനിൽ വരിക. അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഇൻഡെക്സ് നമ്പർ 1ൽ വരുന്നത് 2ഉം 6ഉം ആയിരുന്നു. സോ അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ 3 7 സെക്കൻഡ് ഇൻഡെക്സ് നമ്പർ 2ൽ വരുന്നതാണ് ഇത് 3ഉം 7ഉം. സോ അതിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻഡെക്സ് നമ്പർ 3ൽ വരുന്ന 4ഉം 8നെയും ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സോ ആക്സസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ട് സ്റ്റാക്കിംഗ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റോ വൈസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, റോ വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും റോ വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്സസ് ഇല്ലാതെയും കോളം വൈസ് കിട്ടണമെങ്കിൽ ആക്സസ് കൊടുത്തിട്ട് ചെയ്താൽ മതി. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റാക്കിൽ തന്നെ പല ഡിഫറൻസ് ഉണ്ട്. എച്ച് സ്റ്റാക്ക് ഉണ്ട്, വി സ്റ്റാക്ക് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എച്ച് സ്റ്റാക്ക് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഹൊറിസോണ്ടൽ സ്റ്റാക്ക് ആയിരിക്കും എച്ച് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വാല്യൂ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതങ്ങ് കോപ്പി ചെയ്യുവാണ് കേട്ടോ. ഇതിലങ്ങ് കോപ്പി ചെയ്യാം. ഓക്കെ, സ്റ്റാക്കിൽ np ഡോട്ട് എച്ച് സ്റ്റാക്ക് കൊടുക്കുന്നുണ്ട്. രണ്ട് അറേൻ്റെ നെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു അറേനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. എന്താ സംഭവിച്ചത്? ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? റോ വൈസ് അങ്ങ് സ്റ്റാക്ക് ചെയ്തു. അതായത് തൊട്ട് മുമ്പത്തെ റൺ ചെയ്തപ്പോൾ, അതായത് 1 1 2 എന്ന് പറയുന്ന ആ ഒരു സെല്ലിൽ റൺ ചെയ്തപ്പോൾ എന്തായിരുന്നു, 2 ഡയമെൻഷനിലായിരുന്നു. അതിനെന്താക്കി 1 ഡയമെൻഷനിലാക്കിയിട്ട് ഒരുമിച്ച് അങ്ങ് സ്റ്റാക്ക് ചെയ്യുവാണ് ചെയ്തത്. ഇത് ക്ലിയർ ആണോ? എച്ച് സ്റ്റാക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ? ഹലോ, ഹലോ, ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇത് സെയിം തന്നെ ചെയ്യുമ്പോൾ ഇതിൽ കൺഫ്യൂഷൻസ് വരും. സോ ഇതിൽ ഓക്കെ, സോ ഇത് ഞാൻ തൽക്കാലം കളയുവാണ്. ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. സോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എച്ച് സ്റ്റാക്ക് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വലി വാല്യൂസ് ഒന്ന് കൊടുത്ത് നോക്കാം. ഈ ഒരു ഔട്ട്പുട്ട് വന്നതിൻ്റെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. എ ഈക്വൽ ടു np ഡോട്ട് അറേ ബ്രാക്കറ്റിൽ ഇത് 2 ഡയമെൻഷൻ അറേ ആയിട്ടാണ് കൊടുക്കുന്നത്. 1 സ്ക്വയർ ബ്രാക്കറ്റ്സ് കോമ അഗൈൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടുന്നുണ്ട് 2 കോമ
3. ഓക്കെ. സോ എ എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിലത്തെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. സോ 1 4 ആക്കുന്നുണ്ട്, 5 then again 6 ആക്കുന്നുണ്ട്. സോ 2 അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെറ്റ് ആക്കാം. സോ അതിന് വേണ്ടിയിട്ട് np.h സ്റ്റാക്ക് ബ്രാക്കറ്റ്സിൽ ഡബിൾ ബ്രാക്കറ്റ്സിൽ കൊടുക്കുക, എ കോമ ബി കൊടുക്കുക. നമ്മൾ 2 അറേൻ്റെ നെയിംസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ റിസൾട്ടിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. റിസൾട്ട് എന്താ സംഭവിച്ചത്? ഇവിടെ ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഐദർ നമുക്ക് ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് നമുക്ക് ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് സ്റ്റാക്ക് യൂസ് ചെയ്യാം. ഓക്കെ. നോർമൽ സ്റ്റാക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. 1 by 1 പോലെ ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ എച്ച് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി ആണ് സ്റ്റാക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഫസ്റ്റ് പൊസിഷൻ അനുസരിച്ചിട്ടുള്ള വാല്യൂസിനെ ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. സോ ഒന്നില്ലെങ്കിൽ എച്ച് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടും. നമ്മൾ ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തു സ്റ്റാക്കിൽ തന്നെ ആക്സിസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എച്ച് സ്റ്റാക്കിൻ്റെ തന്നെ സെയിം ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ കോളം വൈസ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എച്ച് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് റോ ആയിരിക്കണം സ്റ്റാക്ക് ചെയ്യുമ്പോൾ വേണ്ടത് കേട്ടോ. 2 അറേനെ തമ്മിൽ ഹൊറിസോണ്ടലി കമ്പൈൻ ചെയ്യുവാണെങ്കിൽ 2 അറേക്കും സെയിം നമ്പർ ഓഫ് റോസ് ആയിരിക്കും വേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വി സ്റ്റാക്ക് ഉണ്ട്. വി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഇവിടെ അറേ എലമെന്റ്സിന്റെ കൗണ്ട് സെയിം ആയിരിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വി സ്റ്റാക്ക് ആണ് വേർട്ടിക്കൽ സ്റ്റാക്ക് പറയും. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഹൊറിസോണ്ടൽ സ്റ്റാക്ക് ആയിരുന്നു. സൈഡ് ബൈ സൈഡ് ആയിട്ട് അറേനെ സ്റ്റാക്ക് ചെയ്യുന്നതായിരുന്നു കോളം വൈസ്. ഇനി നെക്സ്റ്റ് വേർട്ടിക്കൽ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്നുള്ള രീതിക്ക് സ്റ്റാക്ക് ചെയ്യുന്നതാണ് വരുന്നത്. അതും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. np. അറേ ബ്രാക്കറ്റ്സിൽ 1 ഡയമെൻഷൻ അറേ ആണ് തൽക്കാലം കൊടുക്കുന്നത്. 1, 2, 3 കൊടുക്കുന്നുണ്ട്. d equals ബ്രാക്കറ്റ്സിൽ np. അറേ ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. then അതിൻ്റെ ഉള്ളിൽ 4, 5, 6 result equals np.b സ്റ്റാക്ക് കൊടുക്കുക, ബ്രാക്കറ്റ്സിൽ a, b. then അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. സോ പ്രിന്റ് ബ്രാക്കറ്റ്സിൽ എന്താ വന്നേ? വേർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യുവാണ് ചെയ്തത്. എല്ലാ ഐറ്റംസിനെയും റോ വൈസ് ചെയ്തു 1 by 1 ആയിട്ട് സ്റ്റാക്ക് ചെയ്യുവാണ് ചെയ്തത്. സോ 2 ഡയമെൻഷണൽ അറേ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിന് താഴെ ഒന്നായിട്ട് റോ വൈസ് ആഡ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. സോ ഫസ്റ്റത്തെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് അറേൻ്റെ ഓരോ എലമെന്റ്സിനെയും കമ്പൈൻ ചെയ്യുവാണ് എന്തിൽ ചെയ്തത്? വി സ്റ്റാക്കിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാക്കും കൂടി ഉണ്ട്, ഡി സ്റ്റാക്ക് എന്ന് പറയും. ഡെപ്ത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം.
ത്രീ ഡോട്ട് അറേ ടു ഡയമെൻഷണൽ അറേ ആണ് കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കാം. 1 കോമ 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, കോമ 3 കോമ 4 സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു. f equals np dot array then ബ്രാക്കറ്റിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക. 5 കോമ 6 സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു, കോമ 7 കോമ 8. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡി സ്റ്റാക്ക് ആയിരുന്നു പറഞ്ഞത് അല്ലേ. സോ റിസൾട്ട് ഈക്വൽസ് എൻ പി ഡോട്ട് ഡി സ്റ്റാക്ക് ബ്രാക്കറ്റ്സിൽ കോമ. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സി കോമ ഡി ആയിരുന്നു കൊടുക്കേണ്ടത്. സോ ഒറ്റ സെറ്റായിട്ടായിരിക്കും വരുന്നത്, ടു ഡയമെൻഷനിൽ തന്നെ ആയിട്ടായിരിക്കും വരുന്നത്. സോ ഒറ്റ സെറ്റായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇ കോമ എഫ് കൊടുക്കുന്നുണ്ട്, ദെൻ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു, ദെൻ ആർ എസ് എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ടിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഡി സ്റ്റാക്കിൽ വരുമ്പോൾ ഡെൻസിറ്റി ബേസ്ഡ് ആയിരിക്കും. ഒരു തേർഡ് ആക്സിസും കൂടി യൂസ് ചെയ്തിട്ട് ഒരു ലെയർ പോലെ ആഡ് ചെയ്യുമായിരിക്കും ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് 3 ഡയമെൻഷനൽ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് ഡി സ്റ്റാക്കിൽ വരുമ്പോൾ. ഇത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഒന്ന് ചോദിക്കാവോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എച്ച് സ്റ്റാക്ക് ഹൊറിസോണ്ടലി കോളം വൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ബട്ട് സെയിം നമ്പർ ഓഫ് റോസ് വേണം ഇതിൽ എച്ച് സ്റ്റാക്കിൽ. വി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ വേർട്ടിക്കലി റോ വൈസ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം നമ്പർ ഓഫ് കോളംസ് ആണ് അതിന് വേണ്ടത്. ഡി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഡെപ്ത് വൈസ് ആണ് തേർഡ് ഡയമെൻഷൻ, അതായത് സെയിം ഷേപ്പ് ആയിരിക്കണം രണ്ടറിയിക്കും. 2 ഡയമെൻഷനൽ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, ഡി സ്റ്റാക്കിൻ്റെ ഔട്ട്പുട്ട് 3 ഡയമെൻഷനൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയും കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി. സോ ഇന്ന് ഇത്രയാണ് എടുക്കുന്നത്. സോ നമ്മൾ സ്റ്റാക്കിങ്ങും കുറച്ച് കാര്യങ്ങൾ അറേനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.